ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു ദിവസത്തേക്ക് സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൂണൂർ വരെ ഒന്ന് പോകണം. പിന്നെ ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയതാണ്. പക്ഷേ നമുക്ക് അവിടെ പോയി കുറച്ച് ചെടിയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. അതാണ് ഞങ്ങൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. എയർബിഎൻബിയിൽ ബുക്ക് ചെയ്തതാണ്. ഇതിന് ഒരു ദിവസത്തേക്ക് 10,000 ആണ് കേട്ടോ. പക്ഷേ ഇത് ഫുൾ വീടാണ് വരുന്നത്. നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് ചെടി നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. കാരണം ബൊട്ടാണിക്കൽ ഗാർഡൻ നമ്മളെല്ലാവരും മുന്നേ കണ്ടിട്ടുണ്ട്. അവിടെ ചെറിയ പൈസക്കൊക്കെ ചെടിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. നമ്മൾ 1 കിലോമീറ്റർ മുന്നേ അശ്വിനും മഹേഷും മഹീന്ദ്രേൻ്റെ അവർക്ക് എന്തോ ഫ്ലൂയിഡ് എന്തോ ഫില്ല് ചെയ്യാനുണ്ടായിരുന്നു കാറിന് വേണ്ടിയിട്ട്. അപ്പോൾ അവർ നമ്മളെ ഒരു ജംഗ്ഷനിൽ ഇറക്കി വിട്ടു. അവിടെ നമ്മൾ 1 കിലോമീറ്റർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിത് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മുന്നിലെത്തി കേട്ടോ. കണ്ണു എൻ്റെ കൂടെ വരാൻ കരഞ്ഞിരുന്നു. പക്ഷെ കണ്ണുവിനെ അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ദൂരം അവളെയും പൊക്കിപ്പിടിച്ച് വന്ന് എൻ്റെ കാര്യം പോക്കാം. പക്ഷെ ഭയങ്കര തിരക്കാണ് കേട്ടോ. ആൾക്കാരൊക്കെ ഇത്രയും ആൾക്കാരുണ്ട്. ഇവിടുത്തെ തിരക്ക് കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിയാവും കേട്ടോ. ഇതിൻ്റെ അകത്ത് ഭയങ്കര തിരക്കുണ്ട്. ഇന്ന് ശനിയും ഞായറും പിന്നെ വെക്കേഷനൊക്കെ അല്ലേ കുട്ടികൾക്കൊക്കെ, അതൊക്കെ ആയിരിക്കും. ഇവിടെ ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് വരുമ്പം പ്ലാൻ പർച്ചേസ് കൗണ്ടർ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം 15 രൂപ, 25 രൂപ, ചിലതിന് 130 രൂപയൊക്കെ ഉണ്ട്. മാക്സിമം വരുന്നത് 130 രൂപയൊക്കെ ഉള്ളൂ. ഇതുപോലെ നമുക്ക് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇനി ബൊട്ടാണിക്കൽ ഗാർഡനിൽ വരുമ്പം ജസ്റ്റ് അവിടെ ആ ലോണിലിരുന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോവാതെ ഇവിടെയൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് പോകാട്ടോ. നമ്മൾ മോഡീസിൽ വന്നിട്ട്, മോഡീസ് വരുന്നത് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. അപ്പോൾ മോഡീസ് ഏറ്റവും പഴയ ഒരു ബേക്കറിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഹോട്ട് ചോക്ലേറ്റ് ട്രൈ ചെയ്തു. ഹോട്ട് ചോക്ലേറ്റ് നല്ലതാണ്. അതിൽ തന്നെ പലതരത്തിലുള്ള ഹോട്ട് ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ. ഹേസൽനട്ടൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഡിസേർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും. ഇത് ചോക്ലേറ്റ്, ഹേസൽനട്ട് ബട്ടർ, പിസ്ത ബട്ടർ, അങ്ങനെ അവരുടെ പണിയൊക്കെ കഴിഞ്ഞ് അവരും മോഡീസിൽ വന്നിട്ടുണ്ട്. മോഡീസിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഇതുപോലൊരു ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. പക്ഷെ അന്ന് വന്നപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിപ്പം ഊട്ടിയിൽ നിന്ന് കൂണൂർക്ക് പോവാണ്. കൂണൂരിൽ ഒരു ബോട്ട് ഹൗസ് ഒക്കെ ഉണ്ട്. അപ്പം ബോട്ട് ഹൗസ് കാണാം. പിന്നെ ടീ എസ്റ്റേറ്റ്സ് ഉണ്ട്. ടീ എസ്റ്റേറ്റ്സ് ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യണം. പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അതായത് മദ്രാസ് റെജിമെന്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു ആർമി അവരുടെ മ്യൂസിയം ഒക്കെ ഉണ്ട്. അപ്പോൾ അതിപ്പം ക്ലോസ്ഡ് ആണ്. നമ്മൾ ഈ സമയത്ത് പോയി ഇത് ക്ലോസ്ഡ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ 3 മണിക്ക് ഇത് കഴിഞ്ഞിട്ട് ആ മ്യൂസിയം കണ്ടിട്ട് പോവാന്ന് വിചാരിക്കുന്നു. ഭയങ്കര ബ്ലോക്കാണ്. നമ്മൾ കൂണൂർ വന്നു. പക്ഷെ കൂണൂരിൽ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂണൂരിൽ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ കൂണൂരിൽ നിന്ന് നമ്മൾ ഊട്ടിയിലേക്ക് പോകുന്നൊരു വഴിയാണിത്. ഈ കേത്തി വാലി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തേക്കുള്ള ഒരു റൂട്ടാണ് കേട്ടോ ഇത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ. കൂണൂരിൽ ഏറ്റവും കൂടുതലുള്ളത് ടീ എസ്റ്റേറ്റ്സ് ആണ്. ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയിൽ, നവംബറിൽ പോയ എൻ്റെ ഒരു കൂണൂർ വീഡിയോയിൽ ഞാൻ അവിടുത്തെ ടീ എസ്റ്റേറ്റ്സും ടീ ഫാക്ടറിയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറീസ് അന്ന് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കണ്ടോ, ഈ ഒരു പൂക്കളൊക്കെ ഇപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് നിൽക്കുന്നില്ലേ, മൂന്നാറിലൊക്കെ ഉള്ളത്. അതിതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഊട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊട്ടി, കൂണൂർ എല്ലാം തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അങ്ങനെ നമ്മൾ ഒരു ജസ്റ്റ് കുറേ റൗണ്ടൊക്കെ അടിച്ച് കൂണൂരിൽ നല്ല സിനിക്കായിട്ടുള്ള കുറേ നല്ല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഊട്ടിയിൽ നിന്ന് കൂണൂർ പോകുന്ന വഴിക്ക് വെല്ലിംഗ്ടൺ ഐലൻഡിൽ നമുക്ക് ഈ മദ്രാസ് റെജിമെൻറ്റ് സെൻറ്റർ ഉണ്ട്. അവരുടെ മ്യൂസിയം കാണാം. ഇതാണ് ആ മ്യൂസിയം. പക്ഷെ എനിക്കറിയില്ല ഇതിനകത്ത് നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ട് വന്നിട്ട് പറയാം കേട്ടോ എങ്ങനെയുണ്ടെന്ന്.
അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു കോഫി ഷോപ്പുണ്ട്, സിഗ കോഫി. അപ്പോൾ നമ്മളിവിടുന്ന് ഒരു ഐസ് ടീ കുടിക്കാമെന്ന് വിചാരിക്കണു. നമ്മൾ എഗ് പപ്സും ഐസ് ടീയും. നമുക്ക് ഈ മദ്രാസ് റെജിമെൻറ്റ് മ്യൂസിയത്തിൻ്റെ അകത്ത് പോയിട്ട് വീട്ടിലെടുക്കാനുള്ള ഓപ്ഷനില്ല. പക്ഷേ എന്തായാലും കൂണൂർ ഊട്ടി വരുന്നവർ ഈ ഒരു മ്യൂസിയം എന്തായാലും കാണണം എനിക്ക് തോന്നുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സദേൺ സ്റ്റേറ്റിൻ്റെ ഒരു ആർമി ബേസ് ആണെന്നാണ് അവർ പറയുന്നത്. കാരണം അവരൊരു ക്ലാസ്സൊക്കെ തരും കേട്ടോ ഇതിനകത്ത്. നമുക്ക് ഒരു വീഡിയോ ക്ലാസ്സൊക്കെ ഉണ്ട്. അതിനകത്ത് നമുക്ക് അവരുടെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും. എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടെ എന്തൊക്കെ തരത്തിലുള്ള ട്രെയിനിങ് ഉണ്ട് എല്ലാം പറഞ്ഞു തരും കേട്ടോ. ഇത് സദേൺ സ്റ്റേറ്റ്സ് മാത്രമേ ഉള്ളൂ. അതായത് ആന്ധ്ര, തെലങ്കാന, തമിഴ്നാടു, കർണാടക, കേരള പ്ലസ് യൂണിയൻ ടെറിട്ടറീസ് ആയിട്ടുള്ള ആൻഡമാൻ നിക്കോബാർ ആൻഡ് ലക്ഷദ്വീപ്. അപ്പം ഇത്രയും ഈ ഏഴ് സദേൺ സ്റ്റേറ്റ്സിനെയാണ് ഇവർ മദ്രാസ് റെജിമെൻറ്റിൽ വരുന്നതെന്ന് പറയുന്നു കേട്ടോ. അപ്പം ഇവിടുത്തെ ഒരു സോൾജിയറിൻ്റെ കൂടെ സംസാരിച്ചു കേട്ടോ. അവർ കൂർഗവരാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മദ്രാസ് റെജിമെൻറ്റ് യൂണിറ്റിൽ വരുന്നവർ നമ്മുടെ ഈ 7 സദേൺ സ്റ്റേറ്റ്സിന് മാത്രമേ വരുള്ളൂ എന്ന്, പുറത്തുനിന്ന് ആരുമില്ല. പക്ഷേ ഓൾ ഓവർ ഇന്ത്യ ഇൻക്ലൂഡിങ് സിയാച്ചിനിൽ ഇവർക്ക് ഇവരുടെ ബറ്റാലിയൻസ് ഉണ്ടെന്ന്. എവറി 3 years ഇങ്ങനെ എല്ലായിടത്തും അവർക്ക് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സംസാരിച്ച അദ്ദേഹം 29 years ആയിട്ട് ഇതേ ബറ്റാലിയനിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ കണ്ടു സംസാരിച്ച് നല്ല റെസ്പോൺസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിനകത്ത് പോയിട്ട് ആ ഒരു തിയേറ്റർ പോലെ, ചെറിയൊരു തിയേറ്റർ പോലെ ഉണ്ട്. അപ്പോൾ അവിടെ അവരതിൻ്റെയൊക്കെ വീഡിയോസും പ്രാക്ടീസ് സെഷൻസൊക്കെ കാണിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗൂസ് ബംസ് വരും കേട്ടോ. നമ്മൾ ലൗഡേയിൽ പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം നമ്മൾ ലൗഡേയിൽ പോയിട്ടൊക്കെ കണ്ടതാണ് കേട്ടോ. ട്രെയിനൊക്കെ കണ്ടാണ്. പക്ഷേ ട്രെയിൻ ടിക്കറ്റ് നമുക്ക് ലാസ്റ്റ് മൊമെൻറ്റിൽ ക്യാൻസലായി. കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു തോന്നുന്നു. നമ്മൾ PTMലായിരുന്നു ബുക്ക് ചെയ്തത്. പക്ഷേ അത് 60% മാത്രമേ ചാൻസസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും അത് ക്യാൻസലായി. അപ്പോൾ കാണാമെന്ന് വെച്ചിട്ട് പോയി. അപ്പോഴേക്കും സമയം തീർന്നു പോയിട്ടോ. ലാസ്റ്റ് ട്രെയിൻ ലൗഡേയിൽ വരിക 5:40 നമ്മൾ പോയപ്പോഴേക്കും 6 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ നല്ല അടിപൊളി സൺസെറ്റിൻ്റെ വ്യൂ ആണ് കേട്ടോ. കാരണം ഊട്ടിയിലെ കുറേ വീഡിയോകളും അതിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ സൺസെറ്റ് ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിലൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം എൻ്റെ 3 ദിവസത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ കൺക്ലൂഡ് ചെയ്യാൻ പോകണം. കാരണം നമ്മളിനി എന്തെങ്കിലും നോർമലി ഫുഡ് കഴിക്കും. ഫുഡ് സൊമാറ്റോയിലേക്ക് നമുക്ക് ഇവിടുന്ന് ഡെലിവറി ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്യുന്നതിന് താഴെ തന്നെ നമുക്ക് നല്ല നല്ല കുറേ ഹോട്ടൽസ് ഉണ്ട്. അപ്പം ഒന്നെങ്കിലും അവിടെ പോയിട്ട് വാങ്ങിക്കാം, അല്ലെങ്കിൽ നമുക്ക് സൊമാറ്റോയിൽ ഓർഡർ ചെയ്യാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് ഫുഡ് കഴിക്കുക, കുറച്ചും ചില്ല് ചെയ്യുക. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ദിവസം. ഇങ്ങനെ തന്നെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ തിരിച്ചു പോവാണ്. അതിന് മുന്നേ ഊട്ടിയിലെ കുറച്ച് കാര്യങ്ങളൂടെ കാണാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. ബൈ ബൈ.